ട്രെയിലറിലില്ലായിരുന്നു. ആ ടോബി നന്നായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. അവൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. സോ പിന്നെ ടെക്നിക്കൽ ക്രൂ ഒക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണല്ലോ ഇവിടുത്തെ. മലയാളത്തിൽ തന്നെ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ അതിൽ പിന്നിലുള്ളതെല്ലാം. സുഷിനാണെങ്കിലും ഷൈജുക്കയാണെങ്കിലും വിവേക് കർഷൻ എല്ലാവരും. ലൈക്ക് ഇറ്റ്സ് ഒരു പാക്കേജ് ഫിലിമാണ്. നമുക്ക് മലയാള സിനിമയ്ക്ക് വീണ്ടും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ബാലൻ. ബേസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ആ സിനിമ തന്നെയാണ്. അതിലെ ഇമോഷൻ, കോർ ഇമോഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഇമോഷനാണ്. നമുക്ക് ഇതിലേക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. അപ്പോൾ ഇത് ഇവിടെ മാത്രം അങ്ങനെ ഒതുങ്ങുന്ന ഒരു സിനിമ ആയിരിക്കില്ല. ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിട്ടായിരിക്കും ഇത് വർക്കാവുന്നത്. എല്ലാവർക്കും ഇതിലേക്ക് ഏത് നാട്ടിലുള്ള ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാർ കണ്ടാലും വർക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. നമുക്ക് അങ്ങനെ ഒരു റീജിയണൽ സിനിമയായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ഗണപതിനെ കുറിച്ച് ഉറപ്പായിട്ടും ഇതിൻ്റെ കോർ ഇമോഷൻ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഭയങ്കര ഇമോഷനാണ്. ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പാണ്. അത് ഫീൽ ചെയ്യാത്തവരാരും ഇല്ലല്ലോ. കാസ്റ്റിംഗ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരുടെ കണ്ണുകളിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ ടെക്നിക്കൽ ക്രൂവിനും ഒക്കെ കൂടി ആ ക്രെഡിറ്റ് ഉണ്ട്. ചിദംബരത്തിന് ഫോർ ഷുവർ. പറയുന്ന പെർഫോമൻസും അവർ ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞത്. എന്തായാലും സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്, ഭയങ്കര എൻ്റർടൈനിങ് ആണ്. നമ്മളെ ഇമോഷണലാക്കും, നന്നായിട്ട് ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണും. വിളിക്കും ഉറപ്പായിട്ടും. നമുക്ക് കാണുമ്പോൾ അവരെല്ലാവരും റിയൽ ആണെന്ന് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഇതിൻ്റെ എഡിറ്റിനെ പറ്റി പറയണം. ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാം. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ലാഗ്, ഇടയ്ക്ക് താഴെ പോയി. അങ്ങനെയൊന്നും ഒരു ഫീലില്ല. ഈ സിനിമയുടെ ഇമോഷൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആസ് എ ഫിലിം മേക്കർ നോക്കുകയാണെങ്കിൽ ചിദംബരം ഇനി ബാലൻ എന്ന പേരിൽ അറിയപ്പെടാൻ ചാൻസ് ഉണ്ട്. ചിതുവിൻ്റെ അല്ല, അതിന് മേളിലേക്ക് ചിതു ഉറപ്പായിട്ടും വരും. ഓരോ സിനിമ കഴിയുന്തോറും ചിതു ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം മഞ്ഞുമൽ ബോയ്സ് പോലെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തൊരു സിനിമ കഴിഞ്ഞിട്ട് ബാലൻ പോലൊരു സിനിമ ചെയ്യാൻ ചിതു എടുത്ത ധൈര്യം എന്ന് പറയുന്നത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനർത്ഥം ഇനിയും വളരെ ഡെയറിങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ചിതുവിൻ്റെ അടുത്ത് നിന്ന് വരും എന്നാണ്. ലെറ്റ്സ് വെയിറ്റ്. മഞ്ഞുമേൽ വേറൊരു ടൈപ്സാണ്, ഇത് വേറൊരു ഇത് ഭയങ്കരമായിട്ട് പുള്ളറ്റ് യുവർ ഹാർട്ട്, ലൈക്ക് യു നോ യുവർ ഹാർട്ട് സ്ട്രിങ്സ്. ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. മഞ്ഞുമേൽ ഫ്രണ്ട്സ് തമ്മിലുള്ള സ്നേഹമാണെങ്കിൽ ഇതൊരു മദർ ആൻഡ് സൺ. ഇറ്റ്സ് വെരി ഇൻറ്റൻസ്, വെരി ഡീപ്പ്. ഐ തിങ്ക് എവരിബഡി ഷുഡ് ഗോ വാച്ച് ഇറ്റ് ഇൻ ദി തിയേറ്റേഴ്സ്. യേ ചിതു. ഇപ്പോൾ ബാലൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഗംഭീര സിനിമ പറയുന്നത്. വളരെ എന്താ പറയുക, ഫുൾ ടെക്നിക്കൽ ടീമാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും നമ്മുടെ മനസ്സറിയാൻ പറയില്ല സിനിമ കണ്ടിട്ട്. ഞാനിപ്പോഴും അതിനകത്ത് ഗെറ്റ് ഓവർ ആയിട്ടില്ല. അടിപൊളി സിനിമ, എല്ലാവരും പോയി കാണുക. ബാലൻ ഓക്കെ, താങ്ക് യു. ഗംഭീര പടം ഒന്നും പറയാനില്ല. വളരെ അടിപൊളി ക്ലാസ് പടമാണ്. വളരെ നന്നായിട്ട് എന്താ പറയുക, മനസ്സറിഞ്ഞു. താങ്ക് യു സോ മച്ച്. എല്ലാവരും പോയി കാണാം ബാലൻ. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. എല്ലാവരുടെയും ഒന്നിനൊന്നും വെച്ചോ. ഗംഭീര പടം. എല്ലാവരും പോയി. നമ്മളെ ഇപ്പോൾ മഞ്ഞുമൽ ജാനമനും ഒക്കെ കണ്ട ആ ഒരു പ്രതീക്ഷയിൽ അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് അത്. അതിൻ്റെ കഥാപരിസരവും അതിൻ്റെ ബാക്കി ടെക്നിക്കൽ ഏരിയ ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ്. അതിനകത്ത് ആരോ പറയുന്നുണ്ട് ഒരു വേൾഡ് ക്ലാസ് മൂവി എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അടിപൊളി അനുഭവമാണ്. എല്ലാവരും കാണണം. അതിനകത്ത് ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള ഇവൻസിൻ്റെ നല്ല പെർഫോമൻസുകൾ, നല്ല മ്യൂസിക്. ചിലൊക്കെ വരും, ചെറുതായിട്ട് വരും. ജസ്റ്റ് കണ്ടു. എന്തായാലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. എന്താണ് പറയാനുള്ളത്? സന്തോഷം, എനിക്കും സന്തോഷം. എന്താണ് ഫാമിലി ഫ്രണ്ട്സിന്റെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര ഹെവി പോസിറ്റീവ് ആയിരുന്നു. നമുക്ക് കണ്ണ് നിറഞ്ഞത് നമുക്ക് കണ്ടു. എന്താ പറയാനുള്ള വാക്കുകളെ പറയുകയാണെങ്കിൽ പിന്നെ അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. എന്തായാലും വളരെ സന്തോഷമുണ്ട്. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ചിദംബരത്തിന്റെ ഡയറക്ഷൻ അടിപൊളി. എഴുതിയ പോലെയല്ല, സിനിമ ഉണ്ടാക്കി നന്നായിട്ട് തന്നെ എടുത്തു. പിന്നെ ഇഷ്ടം മലയാള സിനിമ ഇനി ബാലൻ എന്ന പേരിൽ അറിയപ്പെടും. അതൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊന്നും പറയാൻ നമ്മളാണ്. മലയാള സിനിമകൾ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. നമ്മുടെ ഒരു സിനിമ കൊണ്ട് മാത്രം മലയാള സിനിമ അറിയപ്പെടുമെന്ന് പറയാൻ പറ്റും. പക്ഷെ സിനിമ നല്ലൊരു സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. എല്ലാവരും പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും അറിയാമല്ലോ, ടെക്നീഷ്യൻസും ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക, പ്രൂവ് ചെയ്തേക്കുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ ഏറ്റവും
അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടു നിറയ്ക്കുന്ന സിനിമയാണത് കണ്ടു കഴിയുമ്പോൾ. ടുവേർഡ്സ് എൻ്റെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫാക്ടർ ഉണ്ട് സിനിമയ്ക്ക്. അതുപോലെ തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത് ഒരു മെജോറിറ്റി ആൾക്കാരും പുതിയ ആൾക്കാരാണ്. ഒരിക്കലും തോന്നില്ല ഒരു പുതിയ ആൾക്കാരാണ്. എന്താ പറയുക, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബാലൻ ഔട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യം ചോദിച്ചു, ഇപ്പത്തെ സിനാരിയോ വേൾഡ് കപ്പ് ആയതുകൊണ്ട് ചോദിക്കാണ്, ഇപ്പൊ ഏതെങ്കിലും ടീം ഉണ്ടാ അത് ഫോളോ ചെയ്യുന്നുണ്ടോ വേൾഡ് കപ്പ്? അർജന്റീന. പിന്നെ മെസ്സി ഹാട്രിക് അടിച്ചില്ലേ, പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി എടുത്ത് അടിക്കണോ. കപ്പ് തൂക്കണം. പിന്നെ ഈ വർഷം കൂടി കപ്പ് തൂക്കണം. മെസ്സി ഈ വർഷം കൂടി അല്ലേ ഉള്ളൂ. കപ്പ് തൂക്കട്ടെ. ജസ്റ്റ് രണ്ടു വാക്ക് പറയാനുള്ളത് കിടലം പടം എല്ലായിടത്തും അവിടെ പറഞ്ഞ എല്ലാ കിടലം പടം തിയേറ്ററിൽ തന്നെ വെച്ചു. എക്സൈറ്റിംഗ് ആണ്, ഭയങ്കര എക്സൈറ്റിംഗ്. കണ്ണ് നിറഞ്ഞ്. അതെ, അതേപോലെ തന്നെ കണ്ണ് നിറഞ്ഞിറങ്ങാം. എന്താ പറയാനുള്ളത്? ബ്യൂട്ടിഫുൾ ഫിലിമാണ്, തിയേറ്റർ ഫിലിമാണ്. ലൈക്ക് ഈസിലി എനിക്ക് കണ്ടതിൽ ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നിയ പല പല ഇമോഷൻസിലൂടെ കടന്നു വന്ന ഒരു സിനിമ. വെൽ റിട്ടൺ, വെൽ മെയ്ഡ്. ഐ ഹോപ്പ് ദേ കണ്ടിന്യൂ മേക്കിംഗ് സച്ച് ബ്യൂട്ടിഫുൾ ഫിലിംസ് ഇൻ മലയാളം. ത്രില്ലറും ഇമോഷണലും കലർന്നതാണല്ലോ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ചെയ്യുന്ന ത്രില്ലറാണോ ചെയ്യുന്നത്? അങ്ങനെ ഒന്നുമല്ല, അതൊരു എനിക്ക് അത് പേഴ്സണലിയാണ് എനിക്കതിൻ്റെ ത്രില്ലർ ഭാഗം ഇഷ്ടപ്പെട്ടു എനിക്ക്. പക്ഷേ എനിക്ക് വേറെ ഇമോഷൻസ്, വിഷമവും ലോസും അതുപോലെ തന്നെ ടോവിയുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു പെയിനും എല്ലാം ഒക്കെ, അതുപോലെ ഈ അമ്മയും മകനും തമ്മിലുള്ള ബന്ധമൊക്കെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ബാലൻ എങ്ങനെ ഉണ്ടായിരുന്നു? ബാലൻ എൻ്റെ ഫോനോ ഭയങ്കര നല്ല. ഇറ്റ്സ് ഗുഡ്. ചിദംബരത്തിന്റെ പടം ബാലൻ എന്ന പേരിലാണോ അറിയപ്പെടാൻ സാധ്യത ആസ് എ ഫിലിം മേക്കർ എന്ന രീതിയിൽ? അങ്ങനെ ആവാതിരിക്കട്ടെ, ഇനിയും വലിയ വലിയ സാധനങ്ങൾ വരട്ടെ. ചിദംബരം ലെറ്റ് ഹിം മേക്ക് us all proud. കണ്ടു നിറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഞാൻ കണ്ടു നിറഞ്ഞു. എങ്ങനെയാണ് മൊത്തത്തിൽ എങ്ങനെയാണ് ഒരു സിനിമയുടെ ഒരു മൂഡ് കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരു മൂഡ് പടമാണ്. അതിൻ്റെ ഒരു പേസിങ് ഇങ്ങനെ പതുക്കെ നമ്മളത് അറ്റ്മോസ്ഫിയറിലോട്ട് കൊണ്ടുപോകുന്നൊരു പടമാണ്. അപ്പം ജസ്റ്റ് ബി നൈസ് ടു ദ ഫിലിം ആൻഡ് ദ ഫിലിം വിൽ റിവാർഡ് യു ഇൻ മാഗ്നിഫിസൻറ്റ് വേസ്. ബാലൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര ഇഷ്ടമായ പടം. ഭയങ്കര ഇമോഷണൽ. നിൽക്കി എല്ലാവരും പറഞ്ഞോടക്ക്. ഞങ്ങൾ മൂന്നേരം ഒരുമിച്ചിരുന്നാ കണ്ടത്. ഞങ്ങൾക്ക് ഐ തിങ്ക് യു ഓൾ ഹാവ് ദ സെയിം. ശരിക്കും ചിദംബരം ഫിലിം എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. പക്ഷെ വളരെ ഒരു ഡിഫറെൻറ്റ് ജോണർ ആയിരുന്നു ചിദംബരം യൂഷ്വലി ചെയ്യുന്നതല്ലാതെ. ഒരു കമ്മിങ് ഓഫ് ഏജ് പോലത്തെ ഒരു ഇമോഷണൽ ഡ്രാമ. ദ കാസ്റ്റിംഗ് വാസ് സോ ഗുഡ്. ചെറിയ പയ്യനും സിനാൻ, പിന്നെ ഫർഹാന, എല്ലാവരും അതിലുള്ള അഭിനയിച്ചിരിക്കണ എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു തിയേറ്റർ ഫിലിമാണ് ബിക്കോസ് സുഷിന്റെ മ്യൂസിക്കും ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രഫി. അപ്പൊ ഇത് OTT വരാനൊന്നും വെയിറ്റ് ചെയ്യരുത്, എല്ലാവരും, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ലോസ്. എല്ലാവരും പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഞാനൊന്നും പറയുന്നില്ല, സിനിമയെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അത്രയും ഇമോഷണലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ വാക്കുകൾ ആക്ച്വലി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു വേൾഡ് ക്ലാസ് മലയാളം സിനിമ ടെക്നീഷ്യൻ വോയിസ് ആണെങ്കിൽ പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ മിസ് ചെയ്യണ്ട. ആദ്യം തന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്നത്. താങ്ക് യു. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ട് നാളെ പറയൂ. എന്തായാലും ഇതൊരു പ്രത്യേക ജോണറിലെ പടമാണ്. മഞ്ഞുമൽ ബോയ്സോ ജാനവേനോ ഒന്നും പോലാത്ത വേറൊരു തലത്തിൽ തന്ന മൂവിയാണ്. എൻ്റെ കഥാപാത്രം എനിക്ക് ഷംനത്താന്നൊരു കഥാപാത്രം എനിക്ക് തന്നതിൻ്റെ ഗണപതിയാണ്. എന്തായാലും ചിദംബരത്തിനും ഗണപതിക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്ര ഒരു കുറച്ചെങ്കിലും ഒരു ശക്തമായ കഥാപാത്രം എന്ന് എനിക്ക് പറയാം. കുറച്ച് എനിക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. അതെന്തായാലും അതിന് താങ്ക് യു. ഇനി അത് എത്രമാത്രം ഇമോഷണലി നമ്മൾ നന്നായിട്ട്. പടം ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് ആണെങ്കിലും ഡയറക്ഷൻ ഒന്നും പറയാനില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് ഇൻക്രെഡിബിൾ. മ്യൂസിക് ഇസ് ഗ്രേറ്റ്. ഷൈജുക്കയുടെ സിനിമാറ്റോഗ്രഫി ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയായിരുന്നു. ജോണർ വൈസ് പറയുകയാണെങ്കിൽ ഇമോഷണൽ ത്രില്ലർ അങ്ങനെയാണോ? ഇമോഷണൽ ത്രില്ലർ ജോണറായിട്ട് കാറ്റഗറൈസ് ചെയ്യേണ്ട. അത് ഒരു നല്ല സിനിമ എന്നുള്ള ഒരു കാറ്റഗറിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫിലിം. എല്ലാവരും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് ഒന്നും പറയാനില്ല. ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അവരുടെയൊക്കെ പെർഫോമൻസ് സോ സീസൺഡ് ആൻഡ് ഇറ്റ്സ് വെരി എൻഗ്രോസിങ്. ലൈക്ക് ഭയങ്കര അടിപൊളി പടമാണ്. ഇമോഷൻ ത്രില്ലറാണ്, ഇമോഷണലാണ്. വളരെ നമ്മളെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളുമാണ് സിനിമയിൽ.
ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്ക് ഈ വർഷത്തെ എൻ്റെ ഫേവറേറ്റ് സിനിമ ബാലനാണ് ആക്ച്വലി. ഇനി വരാനുള്ള പ്രൊജക്റ്റ് എൻ്റെ ഈ 26-ന് കോൺസിറ്റി തമിഴ് റിലീസ് ചെയ്യുന്നുണ്ട്. കൽക്കി 2-ൽ എന്തെങ്കിലും എനിക്കറിയാം, ഷൂട്ടിംഗ് നടന്നു കിട്ടും. താങ്ക് യു. എന്താണ് പറയാനുള്ളത്? ബാലൻ ഒരു അടിപൊളി പടം, ഗംഭീര നല്ല ക്ലാസിക് മൂവിയാണ്. എല്ലാവരും വിജയിപ്പിക്കേണ്ട സിനിമയാണ്. മലയാള സിനിമയ്ക്ക് എക്കാലവും അഭിമാനിക്കാവുന്ന ഒരുപാട് എസ്തെറ്റിക്സ് ഉള്ള പടമാണ്. ഒരുപാട് എസ്തെറ്റിക്സ് ഉള്ള പടമാണ്. ചില സിനിമകൾക്കാണ് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു നിറവ് കൊടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ കൊടുക്കേണ്ട ഒരു നിറവുണ്ട്. ആ നിറവ് ഒരുപാട് പ്രേക്ഷകർക്ക് സമ്മാനിച്ച സിനിമയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ചിദംബരം മലയാള സിനിമയ്ക്ക് ഒരുപാട് നാൾ ആവശ്യമുള്ള, ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് നാൾ ആവശ്യമുള്ള ഒരു ഡയറക്ടറാണെന്ന് വീണ്ടും തെളിയിച്ച സിനിമയാണ് ബാലൻ. പടത്തെക്കുറിച്ച് ഇന്റർനാഷണൽ പടമാണ്. ഞാൻ എന്ത് പറയാനാ, ഐ മീൻ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അതായത് പെർഫോമൻസസ് ഒക്കെ ഔട്ട് ഓഫ് ദ ബോക്സ്. ചിദംബരം എന്ന് പറയുന്ന ഒരു പേര്, ലൈക്ക് ഇനി ആ പേര് മതി ലൈക്ക് ഒരു സിനിമ സെല് ചെയ്യാൻ. അതിൽ കൂടുതലൊന്നും ഞാൻ പറയേണ്ടതായിട്ടില്ല. പടം കണ്ടിട്ട് എല്ലാവരും നല്ല കയ്യടി, കണ്ണ് നിറഞ്ഞിട്ടാണ്, ഇമോഷണൽ ആയിട്ടാണ് എല്ലാവരും ഇറങ്ങിപ്പോയത്. എന്താണ് സന്തോഷത്തിന് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം മച്ചാനെ. പടം ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്. ഗംഭീരമായിട്ടുണ്ട്. വളരെ ഒരു ഇന്റർനാഷണൽ സിനിമ കണ്ടതിൻ്റെ ഒരു സുഖം, അതിൽ അഭിനയിക്കാൻ പറ്റിയത് വലിയ സുഖം. നന്നായിട്ടുണ്ട്, ഗംഭീരം. എനിക്ക് എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം അത് സ്ക്രീനിൽ കാണുമ്പം വേറെ നോക്കാം, കഥയൊക്കെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് കാണാൻ വേണ്ടി ഞാൻ മാക്സിമം എന്നെ ശ്രദ്ധിക്കാണ്ടാണ് ഈ പടം കണ്ടത്. ഇനി ഞാൻ നാളെ മറ്റന്നാളൊക്കെ ഒന്നും കൂടി പടം കണ്ടിട്ട് ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും പടം മക്കളെ കൊള്ളാം, മക്കളെ നാളെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. അയാളുടെ ഓരോ സിനിമകളും പുതിയ സിനിമകളാണല്ലോ. എല്ലാം ഒരേപോലത്തെ പരിപാടികൾ പിടിച്ചു പോയാൽ അതിലൊരു ഡയറക്ടറെ നമുക്ക് കാണാൻ പറ്റില്ല. റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളെ മാത്രമേ കാണാൻ പറ്റൂ. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ചിദംബരം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു സിനിമയായിട്ട് വേണം അതിനെ പറയാൻ. അങ്ങനെ പറയാൻ പറ്റും, അങ്ങനെ പറയാൻ പറ്റത്തില്ല. 3 സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഇതിൽ ഏതാണ് മെച്ചം, ഏതാണ് മികച്ചതെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ജാനമൻ ഗംഭീരമായിട്ടൊരു ലവ് സ്റ്റോറി പറഞ്ഞപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒരു സർവൈവർ ത്രില്ലറാണ് പറഞ്ഞത്. ബാലനിലേക്ക് എത്തുമ്പോൾ അതൊരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ഇമോഷണൽ ജേണിയാണ്. 3 ജോണറാണ്. അപ്പം ആ 3 സിനിമകളും 3 രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ ഗംഭീര സിനിമകളാണ്. മഞ്ഞുമൽ ബോയ്സിലെ ക്ലൈമാക്സ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമുക്ക് ആ കഥ അറിയാം, സർവൈവ് ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഒരു ഡയറക്ടർ നമ്മളെ അത് എങ്ങനെ കൺവിൻസിംഗ് ആയിട്ട് നമ്മളെ കാണിക്കുന്നു എന്നുള്ളതിലാണ് ഒരു സംവിധായകൻ്റെ മികവരിക്കുന്നത്. അവിടെ നമുക്ക് രോമാഞ്ചം അടിച്ചാൽ അത് അയാളൊരു ഗംഭീര ഡയറക്ടറാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നല്ല പടം, മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം. ഭയങ്കര എൻഗേജിങ് ആണ്. ബാക്കി കൂടുതലും പറയില്ല, പടം നാളെ റിലീസാവുന്നത്. സോ നാളെ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ. അടിപൊളി പടം. ഒറ്റ വാക്കിൽ പറയണേ ഇമോഷണൽ, അങ്ങനെ ഒറ്റ വാക്കിൽ നമുക്ക് പറയേണ്ട, തിയേറ്ററിൽ പോയി കാണാൻ. നല്ലൊരു മൂവിയാണ്, നല്ല സൗന്ദര്യമുള്ള, നല്ല എന്താ പറയുക ഭംഗിയുള്ള പടം. ഞാനിപ്പോൾ പറഞ്ഞോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ മേഖലയിലുള്ളവരും, എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു മൂവി. നല്ലൊരു പുതിയൊരു കഥ, പുതിയൊരു സിനിമ. മഞ്ഞുമൽ ബോയ്സിന് ശേഷം വീണ്ടും ഒരു പുതിയ ചിത്രമായിട്ട് വരുമ്പോൾ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ചിദംബരം എത്രത്തോളം വളർന്ന ഈ സിനിമയിൽ കാണാൻ പറ്റും? ഓരോ സിനിമ കഴിയുന്നവരും ഓരോരുത്തർ വളർന്നുകൊണ്ടിരിക്കുന്നത്, അത് കാണാനുണ്ട് ഈ പടത്തിൽ. അതിനെക്കാട്ടി വലുത് തന്നെ. വളരെ അതിഗംഭീര സിനിമ തന്നെയാണ് അത്. വേറൊന്നുമില്ല, നല്ല ഗംഭീര ടെക്നീഷ്യൻസും അത്രയും ഗംഭീര ആൾക്കാർ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു വലിയ പീസ് ഓഫ് ആർട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാണിച്ചു തന്നേക്കാണ് ഈ സിനിമ. ഇപ്പോൾ ചിദംബരം, ഷൈജു ഖാലിദ്, അജയൻ ചാലിശ്ശേരി, സുഷിൻ ശ്യാം, ഒരുപാട് ഇത്ര ഗംഭീര ആൾക്കാരുള്ളപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു അതിഗംഭീര സിനിമ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അടിപൊളി. താങ്ക് യു.